ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പൊരും വെയിലത്ത് വർഷമൊക്കെ വെയിൽ കൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വീട്ടിലൊരു പരിപാടി നടക്കാൻ പോകാൻ കേട്ടോ. റമദാൻ ആയതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പരിപാടികളൊക്കെ എന്തായാലും നോമ്പ് തുറയായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നോമ്പ് തുറയാണ് ഇന്ന്. അപ്പോൾ ഈ നോമ്പ് തുറക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ വീടിരുന്നിട്ടില്ലേ, രണ്ടാമത്തെ റമദാനാണ്. അതിലൊരു റമദാൻ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എന്തുണ്ടായി തന്നെ എനിക്ക് ഓർമ്മയില്ല. അപ്പം ഈ റമദാൻ നമ്മൾ ചെറിയൊരു നോമ്പ് തുറ സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അർഷാക്ക് ഒന്ന് ലീവ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ആൾക്ക് ലീവ് കിട്ടിയിട്ടില്ല. അപ്പം ഇടക്കും തലക്കൊക്കെ ഒഴിവ് കിട്ടുന്ന സമയത്താണ് നമുക്ക് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. നമ്മുടെ ചെറിയ ആളിപ്പോൾ കവുന്ന് നടന്നിട്ട് മുട്ടൊക്കെ കുത്തി മൂക്കൊക്കെ കുത്തി ഇങ്ങനെ വർക്ക് ചെയ്യാനൊക്കെ തുടത്തിയിട്ടുണ്ട്. ഉമ്മ ഓരോന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അർഷാക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ചെറിയ ഒരു പരിപാടി ആയതുകൊണ്ട് കുറച്ച് കുഞ്ഞു കവറുകളാണ്. വലിയ പരിപാടി ആയിരുന്നെങ്കിൽ നമുക്ക് വലിയ കവറുകളൊക്കെ വാങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ ആരുമില്ല, നമ്മുടെ അപ്പ അമ്മ പിന്നെ നമ്മുടെ മുത്തച്ഛന്മാരും മുത്തച്ഛികൾ കുട്ടികൾ അത്രയേ ഉള്ളൂ കേട്ടോ. എപ്പോഴും വിചാരിക്കും അവർ വിളിക്കണം എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ റമദാന് നടന്നില്ല. അപ്പോൾ ഈ റമദാനിന് നടത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ അതേ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. നമ്മൾ വിട്ട ലിസ്റ്റിൽ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഇസുവിൻ്റെ പാട്ട് ഇപ്പം ഇടയ്ക്കൊന്ന് പാട്ടൊക്കെ പാടി രണ്ടുമ്മയൊക്കെ തരും കേട്ടോ. ഭയങ്കര സ്നേഹമാണ്, എന്തറിയില്ല. വലുതാകുമ്പോൾ ഈ സ്നേഹം ഉണ്ടായാൽ മതിയാകും റബ്ബേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനില്ലേ എന്നെക്കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ചെറിയ ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കുക കേട്ടോ. അതായത് ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയ പണികളാണ് ഞാൻ ആദ്യം ചെയ്യുക. പിന്നെ വലിയ ഹെവി പ്രോസസ്സുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റിയേക്കും കേട്ടോ. അതിങ്ങനെ മെല്ലെ ചെയ്യാമെന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതും കൂടെ സലാഡൊക്കെ ഉണ്ടാക്കി. തൈര് മുഴുവനായിട്ട് ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഉമ്മ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് തൈര് വേണമെന്ന് പറഞ്ഞത് ഓർമ്മ വന്നത്. പെട്ടെന്ന് തന്നെ അത് എടുത്ത് മാറ്റിയിട്ടോ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് അറിയോ, തൈരില്ല എന്ന് ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അതാണ് എടുത്ത് വെച്ച്. ഓർമ്മ ഒന്ന് നന്നായി, ഇല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഉമ്മാൻ്റെ ബിരിയാണിയാണ് കേട്ടോ. ഉമ്മ ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഉമ്മാൻ്റെ ബിരിയാണിയാണ് നമ്മൾ നോമ്പ് തുറ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഉമ്മ അതിൻ്റെ ഒരു തിരക്കിലാണ്. ഇസു കണ്ടില്ല കയറിയിരിക്കുന്നത്. ഈ ചെറുക്ക് ഇങ്ങനെ ഓരോ വിക്രസൊക്കെ കാട്ടുട്ടോ. അവിടെ നിന്ന് 2 കൊടുത്തിട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പണിയുടെ ഇടയിലാണ് അനിയൻ്റെ വീഡിയോ കോള്. ഓൻ അവിടെ ഇരുന്നിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കും കേട്ടോ. അപ്പം ഓനോട് സംസാരിക്കൽ കഴിഞ്ഞിട്ടും അതേ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകും എല്ലാം ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ബിരിയാണിയുടെ റെസിപ്പി എടുക്കാമെന്ന് കരുതി. പിന്നെ വിചാരിച്ചു എനിക്ക് എത്തുണ്ടാവില്ല എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ. അതിൻ്റെ ഒരു ചെറുതിനെ എടുക്കാൻ പോകണ്ട. അപ്പം ഞാൻ ആ ഒരു ഐഡിയ സ്കിപ്പ് ചെയ്തേ. അപ്പം ഉമ്മ എന്തൊക്കെ മസാലയൊക്കെ സെറ്റ് ചെയ്ത് കോൺഫ്ലവറൊക്കെ കുട്ടി എല്ലാം കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കളർ കുറച്ചേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കളർ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഒരു കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ കളർ യൂസ് ചെയ്യണത്. ഞാൻ കുറച്ചും കൂടി കളർ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഒരു തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കയ്യിൽ ഐസ് ആയതുകൊണ്ടാണ് ഞാനിത് ഇളക്കാൻ നിൽക്കാത്തത്. ഉമ്മാക്ക് ഇങ്ങനെ ഒരുപാട് നേരം കൈ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൈ കടയണ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. പരിപാടിയല്ല, ഒരു അസുഖമുണ്ട്. അപ്പം എന്തായാലും അത് സെറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിൽ അർഷാക്ക് വീണ്ടും പോയി വന്നിട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വന്നു. വെയിലായതുകൊണ്ട് ആൾക്ക് കടയിൽ പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇസുവിന് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ തിരയുന്നുണ്ട് കേട്ടോ. ഓനിങ്ങനെ ഓനിക്ക് ഇഷ്ടമുള്ളത് മാത്രം അടിച്ച് മാറ്റുള്ള പരിപാടിയാണ്. അങ്ങനെ ഓന് പൈനാപ്പിൾ സേഫായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഉസ്താദിൻ്റെ ചിലവുണ്ട്. അപ്പോൾ പള്ളിക്ക് നോമ്പ് തുറക്കാനും കൂടി കൊടുക്കാം കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു. അപ്പോൾ അതേ നമ്മുടെ മൂത്തച്ചകളും കൂടി വന്നപ്പോഴാണ് പണികൾക്കൊക്കെ ഒരു സ്പീഡ് കൂടിയത്. അപ്പോൾ ഞാനിതേ പൊക്കോട പൊരിച്ചെടുക്കാം കേട്ടോ. ഈ പൊക്കോട പൊരിക്കൽ കഴിഞ്ഞിട്ടാണ് നമുക്കിതിൽ ചിക്കൻ പൊരിക്കാൻ. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ മുത്തച്ചയോടും ഉമ്മനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതേ അടുക്കള മൊത്തം ആ കലമ്പാണ്. ഒരു 3-4 ആൾ കൂടിയാൽ നമ്മുടെ അടുക്കളയിൽ സ്ഥലമില്ല കേട്ടോ. ബിക്കോസ് നമ്മുടെ അടുക്കള വളരെ ചെറുതാണ്. എന്നാലും കുറച്ച് സമാധാനം സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അത് മതി. പെട്ടെന്ന് ക്ലീൻ ആക്കാനും സുഖമാണ്, ചെറിയൊരു കിച്ചൺ ആയതുകൊണ്ട്. അപ്പം മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് വലിയ കിച്ചൺ ആയാൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നലൊക്കെ ഉണ്ട്. പിന്നെ തോന്നുന്നു നമുക്ക് വേറെ എന്താ പറയുക വഴികളൊന്നുമില്ല ഇപ്പോൾ കിച്ചണിൻ്റെ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും ഉള്ളതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുന്നുണ്ട്. താത്തതെ ലൈം അടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോ തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ സ്കൂളിൽ നിന്ന് ചിരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നോമ്പില്ല, അതുകൊണ്ടാണ് ചിരിക്കുന്നത്. കുട്ടീസൊക്കെ ഫോണൊക്കെ കണ്ടിങ്ങനെ ഓരോരുത്തർ ഒരു പണിയിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനും മുത്തശ്ശിയും കൂടെ നമ്മുടെ ലൈം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു അണ്ടാവിൽ ഫുള്ള് ലൈമുമാണ് കേട്ടോ. കുറച്ച് നമ്മുടെ പള്ളിക്ക് കൊടുത്തേക്കാനും കുറച്ച് നമ്മുടെ വീട്ടിലും വേണം. അപ്പോൾ നമ്മൾ കാഷ്യൂനട്ട്, ഏലക്ക, ഇഞ്ചി, നാരങ്ങ, പൈനാപ്പിൾ എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളി ലൈമാണ് കേട്ടോ. ലൈം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാകത്തിന് മധുരവും പുളിയും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അത് എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരാറുണ്ട് നോമ്പായതുകൊണ്ട് കേട്ടോ. നമുക്ക് ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അതിൻ്റെ ഇടയിൽ ഐസ് ഓരോരുത്തരുടെ കൈ കൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പപ്പാനെയാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്. എല്ലാവരുടെ ചാടി പോവും. അതുകൊണ്ട് പിന്നെ ആരടുത്ത് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഐസുവിന് ഇപ്പോൾ വൈകുന്നേരം ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതേ കായപ്പൊടിയൊക്കെ കുറുക്കാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പാൽക്കുപ്പിയിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ നോമ്പ് കാലം പോണത്. നോമ്പ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഫുഡും വെള്ളം ആവശ്യത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്കൊരു ഉറപ്പ് വരണം കേട്ടോ.
അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ. അപ്പം നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ കേട്ടോ ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങിയത്. ആദ്യം ഒരു നേരം കൊടുത്തു, ആദ്യം ലൂസിൽ കൊടുത്തു. ഇപ്പം ഞാൻ 2 നേരം നല്ല കുറുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, വിശപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ. അങ്ങനെ ദേ ആള് ഇപ്പം കഴിക്കൂട്ടോ, ആദ്യം കഴിച്ചിരുന്നില്ല, ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഉപ്പിട്ടിട്ട് കൊടുത്താൽ മതിയെന്ന്. 1 വയസ്സ് വരെ ഉപ്പ് കൊടുക്കരുതെന്നാണ് പറയുക. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഉപ്പിട്ട് കൊടുത്താൽ മതി, വയറ്റിന്ന് പോകുന്നതിനുള്ള പരിഹാരമായിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. എന്തായാലും ആൾക്ക് ഉപ്പും മധുരമൊക്കെ ഇഷ്ടമാണ്, അത് പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആകെ ഇടങ്ങറായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് ഈത്തപ്പഴമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സമൂസ വീട്ടിലുണ്ടാക്കിയിട്ടില്ല, പുറത്തുനിന്നാണ് വാങ്ങിയത്, അതാണിത്. പിന്നല്ലേ ഈ തണ്ണിമത്തനും ഫ്രൂട്ട്സും അതും ഇതൊക്കെ കൊണ്ട് ഫുൾ ഈച്ചയായിരുന്നു. എവിടുന്ന ഈച്ച വന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇത്രയും ദിവസം അവിടെ ഈച്ച ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സൊക്കെ കഴുകലും കട്ടിയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല തണ്ണിമത്തനാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. സാധാരണ ചിലപ്പോൾ വാങ്ങുമ്പോഴൊക്കെ ഉഡായിപ്പ് തണ്ണിമത്തനൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ബക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് വെള്ളമൊക്കെ മാറ്റിയപ്പോഴാണ് ഫ്രീസർ തുറന്നപ്പോൾ ഫ്രീസറിൽ ഈ ഒരു സാധനം. ഇത് ഇസുവിൻ്റെ ഐഡിയ ആണ് കേട്ടോ. ഇസുവിൻ്റെ ഐഡിയ അല്ല, ഇസുവിൻ്റെ ഒരു എന്താ പറയുക ആഗ്രഹമാണ് കേട്ടോ. മറ്റേ മരുന്നിൻ്റെ കുപ്പിയുടെ അടപ്പിലൊക്കെ ഫ്രീസാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് വെള്ളം. അങ്ങനെ ഉമ്മാൻ്റെ മസാലയൊക്കെ റെഡി ആയുമ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. അതൊക്കെ എന്തൊക്കെ ഉണ്ടായെന്ന് അറിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ അരിയൊക്കെ വാരിക്കോരി ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ബിരിയാണിയുടെ അരി എന്ന് പറയുന്നത് ഫിർദൗസ് അല്ല, ബർക്കത്ത്. അതിൻ്റെ ഇടയിൽ വീണ്ടും ഐസിന് ഓശക്കാക്കാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലല്ലേ ഉസ്താദിന് നോമ്പ് ഇറക്കുന്ന സമയത്ത് പൊടിയരിക്കഞ്ഞ് ഉപ്പേരി അച്ചാറൊക്കെ വേണം എന്നിട്ട് അതൊരു സൈഡിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നൗഷക്കാക്കിയും അർഷാക്കും കൂടെ നമ്മുടെ പള്ളിക്കുള്ള സാധനങ്ങളൊക്കെ കൂടെ കവറിലും ബക്കറ്റിലും എല്ലാത്തിലും കൂടി ആക്കി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു കാറ്റും മഴച്ചാറിലൊക്കെ കാണാൻ കേട്ടോ. പക്ഷെ അത് പെയ്തില്ല, അതായത് ഏരിയനെ പോയി. പള്ളി അടുത്തായതുകൊണ്ട് അവിടെ എത്തിക്കാൻ വലിയ റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ കേട്ടോ, നമ്മളിവിടെ വലിയ പള്ളിയൊന്നുമല്ല. അതിൻ്റെ ഇടയിൽ ശൈലത്താത്ത ചീരയൊക്കെ പറിച്ചു വരുന്നുണ്ട് കേട്ടോ, താളിക്കാൻ വേണ്ടിയിട്ട്. പെൽച്ചക്കുള്ളതാണ്. പെൽച്ചക്കില്ലേ നമ്മുടെ ചീര താളിച്ചത്, ഉണക്കൽ പൊരിച്ചത്, പിന്നെ എന്തായിരുന്നു പപ്പടം, കൈപ്പക്കുപ്പേരി, അതൊക്കെ ആയിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ പെൽച്ചക്കുള്ള ഫുഡും കൊടുക്കാം കേട്ടോ ഉസ്താദിന്. അതിൻ്റെ ഇടയിൽ ഞാൻ ഐസൂനെ ഉറക്കാൻ വേണ്ടി പോയിട്ടോ. പക്ഷെ അവനെ ഉറങ്ങി 2 ആട്ടാടി ഞാൻ അവനെടുത്ത് വന്നു. അപ്പോഴുണ്ടുമ്മ ബിരിയാണിക്ക് ദമ്മിടുകയാണ്. അപ്പം എന്നാൽ ഞാനത് സഹായിക്കാമെന്ന് കരുതി ഞങ്ങളുടെ എടുത്തു പോയതാണ്. മുഖമൊക്കെ ഇപ്പോൾ അവിടെ ആവി എടുത്തിട്ട് ഒരുമാതിരി ആയിട്ടോ. അതൊക്കെ കൂടി കുഴങ്ങി നിൽക്കുന്ന സമയത്ത് ഈ ആവിടെയൊക്കെ എടുത്തു പോയാൽ നല്ല രസമായിരിക്കാം. പിന്നെ ഞാൻ വെള്ളമൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ജ്യൂസൊക്കെ ഗ്ലാസ്സിലാക്കുകയാണ്. ഏതാണ്ട് ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ബാങ്കല്ല, നോമ്പില്ലാത്ത മക്കളാണ് എല്ലാവരും. അപ്പം ഒരു ഇങ്ങനെ വരുന്നുണ്ട്, ഉമ്മച്ചി തരും ടീസും ചെയ്യാനൊക്കെ വരും കേട്ടോ. എല്ലാവരും വരും. പിന്നെ ഓർക്കൊക്കെ കൊടുത്തിട്ട് ബാക്കിയാണെങ്കിൽ തിന്നാൽ മതി എന്നുള്ളൊരു മൈൻഡാണ് നമുക്ക്. കുട്ടികളല്ലേ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തു. അപ്പോഴാണ് ഷാക്കിർ വന്നത് കേട്ടോ. ഓനൊരു ലോങ് ഡ്രൈവിലായിരുന്നു, അത് കഴിഞ്ഞിപ്പോൾ എത്തിയിട്ടുള്ളൂ. ഓനെ കണ്ടതിനോട് കൂടി ഐസ് ഓൻ്റെ അടുത്തേക്ക് ചാടി. നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്ക് എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ. ഇനി ബുദ്ധി വെക്കാത്തതുകൊണ്ടാണോ ആരും അറിയാത്തതുകൊണ്ടോന്ന് അറിയില്ല, എല്ലാവരുടെ അടുത്തും ചാടുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ വളരുന്ന എല്ലാ കുട്ടികൾക്കും കുറേ ആൾക്കാരെ കണ്ട് വളരുന്നുണ്ട്. ആരെയും കണ്ട ഒരു കരച്ചിലോ പേടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി ബാങ്കിനുള്ള വെയിറ്റിംഗ് സമയമാണ്, എല്ലാവരും കാത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുത്തപ്പോൾ എല്ലാവരും ചാടി ഉള്ളിൽ കയറി നോമ്പൊക്കെ തുറന്നു കേട്ടോ. എന്തുണ്ടായെന്നറിയില്ല, നമ്മളെ വീട്ടിൽ സ്പേസ് കുറവുണ്ടെങ്കിലും നോമ്പൊക്കെ ഇറക്കാൻ നേരത്തെ എല്ലാവരും അവിടെയൊക്കെ സെറ്റിലായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിരിയാണി ഒന്ന് പൊട്ടിച്ചു. അതേ നമ്മുടെ റൈസും മസാലയും സെപ്പറേറ്റ് ആയിരുന്നു കേട്ടോ. ഉമ്മ അതൊക്കെ കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബിരിയാണി എന്നത്തെയും പോലെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനാണ് ഏറ്റവും കൂടുതൽ കഴിച്ചതെന്നാണ് എൻ്റെ ഒരു ഇത്, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ചിക്കൻ ബിരിയാണി സൂപ്പറായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് ഐസിനെ ആവി പിടിച്ചിട്ടോ. അപ്പോൾ തുടർത്തിയ കരച്ചിലാണ് കുട്ടി. പിന്നെ കുറേ നേരം കരഞ്ഞു. പിന്നെ അരക്കെ എടുത്തിട്ട് എങ്ങനെയൊക്കെ കരച്ചിലൊക്കെ മാറ്റി. അതിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തു. അതിൻ്റെ ഇടയിൽ വലിയൊരു ഫുഡ് കഴിച്ചു. അത് കൂടി ഒരു തിരക്കിയതുകൊണ്ട് പിന്നെ എനിക്കാണെങ്കിൽ ബിരിയാണി ഇങ്ങനെ കഴിക്കാൻ വെമ്പി നിൽക്കായിരുന്നു ഞാൻ. എനിക്ക് ഉമ്മാൻ്റെ ബിരിയാണി ഉണ്ടാ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഉസ്താനുള്ള ഫുഡ് സെറ്റാക്കി, പെൽച്ചക്കുള്ളത് ഇപ്പോൾ കഴിക്കാനുള്ളത് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതേ ചായയും സെറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ കൊണ്ടുപോയി കൊടുത്തു. അർഷാക്കാണ് കൊണ്ടുപോയി കൊടുത്തത്. പക്ഷേ അർഷാക്കിൻ്റെ ഫുഡ് കഴിക്കില്ല, ഞാൻ കുറച്ച് സമയം എടുത്തിട്ടോ. എല്ലാവരും നീച്ചിട്ടോ, അർഷാക്ക് നീച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഐസിൻ്റെ കരച്ചിലൊക്കെ മലൈസ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം.